നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെ മത്സരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനൊടുവിൽ ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയായിട്ടെത്തുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം എത്തി. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള KC വേണുഗോപാലിന്റെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇപ്പോൾ AICC പ്രഖ്യാപിച്ചിരിക്കുന്നു. KC വേണുഗോപാൽ ഒപ്പിട്ട വാർത്താക്കുറിപ്പ് നമ്മളിവിടെ KC വേണുഗോപാലിന്റെ വീട്ടിന് മുന്നിലുണ്ട്. എന്തായാലും അരമണിക്കൂർ മുൻപ് നടന്ന കൂടിക്കാഴ്ചയിലാണ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും തമ്മിലുള്ള ചർച്ച. കേരളത്തിൽ നിന്ന് ഷൗക്കത്തിന്റെ പേര് മാത്രമാണ് ഇങ്ങോട്ടേക്ക് അറിയിച്ചത്. ആ പേര് അന്തിമമാക്കുകയായിരുന്നു. ഇപ്പോൾ ആ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നു. നിലമ്പൂർ പിടിച്ചെടുക്കാൻ അൻവർ കഴിഞ്ഞ 2 തവണയായി പിടിച്ചുകൊണ്ടുപോയ നിലമ്പൂർ പിടിച്ചെടുക്കാൻ ഷൗക്കത്തിനെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. ആ ഷൗക്കത്തിന് അൻവറിന്റെ പിന്തുണ ഉണ്ടാകുമോ, അൻവറിന്റെ അതിർത്തി എങ്ങനെ പരിഹരിക്കുമെന്നൊക്കെയുള്ള വിഷയങ്ങളുണ്ടെങ്കിലും അതൊന്നും നോക്കാതെ ഷൗക്കത്ത് എന്ന പേര് തീരുമാനിച്ചിരിക്കുന്നു AICC. ആ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും കേരളത്തിന്റെ ചുമതലയുള്ള AICC നിയോഗിച്ച നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ യോഗം ചേർന്ന് ഒരേ ഒരു പേര് തീരുമാനിച്ചു, ആര്യാടൻ ഷൗക്കത്ത്. ആ പേര് ഇവിടേക്ക് അറിയിക്കുകയായിരുന്നു ഡൽഹിയിലേക്ക്. അല്പസമയം മുൻപ്, കൃത്യം 1.5 മണിക്കൂർ മുൻപ് ഡൽഹിയിലേക്ക് എത്തിയ പേര് അരമണിക്കൂർ മുൻപ് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ KC വേണുഗോപാൽ വെച്ചു. അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയുമായി സംസാരിച്ചു. പ്രിയങ്കയുടെ മണ്ഡലം കൂടിയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ തീരുമാനമുണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ പലതരത്തിലുള്ള സമ്മർദ്ദം PV അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടതില്ല, പാർട്ടി തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന കേരളത്തിലെ നേതാക്കളുടെ താല്പര്യം ഇവിടെ ദേശീയ നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും പ്രഖ്യാപിച്ചിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത്. PV അൻവറിന്റെ ആശങ്കകൾക്ക് അല്ലെങ്കിൽ സമ്മർദ്ദത്തിനൊന്നും യാതൊരുവിധ പരിഗണനയും നൽകേണ്ടതില്ല എന്ന് AICCയും തീരുമാനിച്ചിരിക്കുന്നു.